ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 7ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. വളരെ ഗഹനമായ, വളരെ ആഴമായിട്ടുള്ളൊരു പഠന പരമ്പരയാണ്. ശ്രദ്ധേയമായിട്ടുള്ള പല സത്യങ്ങൾ നാം പരിചയപ്പെടുന്നു. അവയെക്കുറിച്ച് നല്ല നിശ്ചയവും ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ പഠനം മുടങ്ങാതെ കേൾക്കാൻ, പഠിക്കാൻ, അറിയാൻ ശ്രമിക്കണം. ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവനിഷേധം, ദൈവനിന്ദ ലോകമെങ്ങും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ വിശ്വാസികളെന്നറിയപ്പെട്ട ജനങ്ങൾ ദൈവനിഷേധികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷം യുവാക്കളും യുവതികളും ഇന്ന് ദൈവനിഷേധികളാണ്. ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ദൈവമുണ്ടെങ്കിൽ കാണിച്ചതാ, ദൈവമുണ്ടെങ്കിൽ എവിടെ, ദൈവമുണ്ടെങ്കിൽ ലോകത്തിൽ യുദ്ധങ്ങളും കെടുതികളും പട്ടിണിയും ദാരിദ്ര്യവും കെടുതികളും എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയ ദൈവനിഷേധം ഒരു വലിയ ശക്തി ഈ അവസ്ഥയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവമക്കൾക്ക് വ്യക്തമായ ബോധ്യവും ഉറപ്പും നിശ്ചയമുണ്ടാകണം. ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ആദ്യം തോന്നാം. പക്ഷേ ഈ വിഷയത്തിൽ തുടർച്ചയായിട്ട് പഠിക്കുകയും ചെയ്താൽ ഈ വിഷയങ്ങളുടെ അവതരണങ്ങൾ ലളിതമായി തീരും. ഇപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുവാൻ ചില വാദഗതികൾ നമ്മൾ നിരത്തി. ഒന്നാമത് കാരണവാദം അഥവാ ഹേതുവാദം. ഒരു ഫലം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമുണ്ടാകില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. നമ്മുടെ ചുറ്റും പ്രപഞ്ചമുണ്ട്, അഖിലാണ്ടമുണ്ട്, സൗരയുധമുണ്ട്, നമ്മളുണ്ട്, നമ്മുടെ ജീവിതമുണ്ട്. ഇതൊക്കെ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നൊന്നും വരില്ല. പദാർത്ഥം ഇതിന് ഉത്തരമല്ല. എവിടെ നിന്നെല്ലാം വന്നു എന്നത് ചോദ്യത്തിന് പദാർത്ഥങ്ങൾ ഉത്തരമല്ല. അപ്പോൾ ബുദ്ധിപരമായി, യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒന്നുണ്ടാകണമെങ്കിൽ അത് നിർജീവമായ പദാർത്ഥങ്ങളിൽ നിന്നല്ല എന്ന് കണ്ടു. അപ്പോൾ എന്തോ ഒന്ന് നിത്യമായിട്ടുണ്ട്. എല്ലാം ഉത്ഭവിപ്പിച്ചതിനെ താങ്ങി നിർത്താൻ, ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ശക്തമായ കഴിവുള്ള മതിയായ ഒരു കാരണം എല്ലാത്തിൻ്റെ പിന്നിലുണ്ട്. അത് ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം നമ്മൾ കണ്ടത് രൂപകൽപ്പനയുടെ വാദം, മാതൃക, ഡിസൈൻ. ഒരു മാതൃക, ഒരു രൂപകൽപ്പന നമ്മൾ കണ്ടാൽ അതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് അങ്ങനെ രൂപപ്പെടുത്തിയത് നമുക്കറിയാൻ പറ്റും. ഒരു ഉദ്ദേശത്തിനാണ് ആ രൂപകൽപ്പന ഉള്ളത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപകൽപ്പനയെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് പറയുന്ന വാദമാണ് രണ്ടാമത്തെ വാദം, ടെലിലോളജിക്കൽ എന്ന വാദം. അതായത് പ്രയോജനവാദം. ഒരു പ്രത്യേക പ്രയോജനത്തിന് വേണ്ടിയാണ് ഈ വിധത്തിൽ ഇതിനെ രൂപപ്പെടുത്തിയത്. അത് ആ പ്രത്യേക പ്രയോജനം, ഉദ്ദേശം നൽകാൻ വേണ്ടിയാണ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ, പ്രപഞ്ചത്തെ നമ്മുടെ ചുറ്റും നോക്കിയാൽ, നമ്മളിലേക്ക് നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് കാണാം ഒരു ക്രമമുണ്ട്. എല്ലായിടത്തും ഒരു ക്രമം കാണാം. ഈ ക്രമം ഒരു വ്യക്തമായിട്ടൊരു ഉദ്ദേശത്തെ, ഒരു വ്യക്തമായൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ തരത്തിൽ ഈ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നെ ഒരു ബുദ്ധി വേണം, ബുദ്ധി വൈഭവം വേണം. ഒരു പ്രത്യേക ലക്ഷ്യത്തിനും ഉദ്ദേശത്തിനും വേണ്ടിയാണ് ഈ വസ്തുവിനെ ഈ വിധത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തിലെ കൈ മറ്റ് അവയവങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ളതാണ്. വ്യക്തമായ ലക്ഷ്യമുണ്ട്, ആ ക്രമത്തിൽ അത് കാണാം. ഇവിടെ നമ്മൾ കണ്ടു സൃഷ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന സൃഷ്ടി. ആ സൃഷ്ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു വലിയ ജ്ഞാനമാണ്, ഉന്നതമായൊരു ജ്ഞാനം, ഉന്നതമായൊരു ബുദ്ധി വൈഭവം ഈ സൃഷ്ടിയുടെ പിറകിലുണ്ട് എന്നുള്ളത് ഈ സൃഷ്ടിയെ നോക്കുന്ന ഏത് വ്യക്തിയും, അന്വേഷിക്കുന്ന ഏർക്കും കാണാം. അതിന് ചില തെളിവുകളായി ചില മേഖലകൾ നമ്മൾ കണ്ടു. കോശങ്ങളുടെ മേഖലകൾ. എത്ര സങ്കീർണമാണ് കോശങ്ങൾ, മനുഷ്യശരീരത്തിലെ കോശങ്ങൾ. ഓരോ കോശങ്ങൾ എത്രയായിരം കോടിക്കണക്കിന് കോശങ്ങളാണ്. ചിലൻ്റെ ആയുസ് കുറച്ച്, ചിലൻ്റെ ആയുസ് കുറച്ച് കൂടുതൽ നാളും. അത് കഴിഞ്ഞിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. അതിനുള്ള DNA, ജനിതക വിവരങ്ങൾ ശേഖരിക്കുന്ന അവസ്ഥകൾ, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം, ശരീരത്തിലെ മറ്റ് നാഡീവ്യൂഹ വ്യവസ്ഥകൾ, രക്തസംക്രമണ വ്യവസ്ഥകൾ, നമ്മുടെ ശരീരത്തിലെ അസ്ഥികൂടം, മജ്ജ, മാംസം എന്നിവയുടെ പ്രവർത്തനങ്ങൾ, കണ്ണിൻ്റെ പ്രവർത്തനം, മൂക്കിൻ്റെ പ്രവർത്തനം, എല്ലാം എത്ര മനോഹരമായിട്ടാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ്? ഇതെങ്ങനെ ഒരു പദാർത്ഥത്തിൽ നിന്ന് വന്നതാണോ, പൊട്ടിത്തെളിച്ചുണ്ടാതാണോ ഈ ക്രമീകരണം? ഇവിടെ വിഷയം അതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ക്രമീകരണം ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയുന്നതിനേക്കാളും ഗഹനമായ
ആഴമേറിയ അജ്ഞാതമായി നിൽക്കുന്ന ഉന്നതമായ ക്രമീകരണമാണ് ശരീരത്തിൻ്റേത്. അത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇത് പദാർത്ഥത്തിൽ നിന്ന് വന്നതല്ല. നമ്മൾ പക്ഷികളുടെ ലോകത്തിലേക്ക് നോക്കി. ആർട്ടിക് ടേൺ എന്ന് പറയുന്ന കടൽ പക്ഷിയെക്കുറിച്ച് കണ്ടു. 30,000 കിലോമീറ്റർ ഒരു വർഷം ഒരു പ്രത്യേക സമയത്ത് അവരുടെ സ്ഥലത്ത് നിന്ന് സങ്കേതത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പല രാജ്യങ്ങളിലൂടെ കടന്ന് സമുദ്രങ്ങളുടെ മുകളിലൂടെയൊക്കെ പറന്ന് കൃത്യമായിട്ട് അവർ അതേ സമയത്ത് തിരിച്ചെത്തുന്നു എല്ലാ വർഷവും. അപ്പോൾ ആ പക്ഷിയുടെ രൂപകൽപ്പന അതിനു വേണ്ടിയുള്ളതാണ്. ഈ രൂപകൽപ്പന പെട്ടെന്നുണ്ടായതല്ല, പൊട്ടിത്തെറിച്ചുണ്ടായതല്ല, പദാർത്ഥത്തിൽ നിന്നുണ്ടായതല്ല. ഈ വിധത്തിൽ 30,000 പല കിലോമീറ്ററുകൾ സഞ്ചരിക്കുവാൻ ഒരുപക്ഷെ ഈ പറന്നു പോകുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തും കൃഷിയിടങ്ങൾ ഫലഭൂയിഷ്ടമുള്ളതായി മാറുകയാണ് അതിൻ്റെ വിസർജനങ്ങളിലൂടെ. ഒരു വലിയ പദ്ധതിയാണ് ഇതിൻ്റെ പിന്നിൽ. എല്ലാ പക്ഷികളിലേക്ക് നോക്കിയാൽ അത് കാണാം. എല്ലാ പക്ഷികളിലേക്ക് നോക്കിയാൽ അത് കാണാം. മത്സ്യങ്ങളുടെ ലോകം. ഇവിടെ വില്ലാളി മത്സ്യത്തെക്കുറിച്ച് കണ്ടു. തൻ്റെ ഇരയെ വെള്ളത്തുള്ളിൽ കൊണ്ട് താഴെ വീഴ്ത്തുന്ന ആ വില്ലാളി മത്സ്യത്തെക്കുറിച്ച് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. മുന്നോട്ടുള്ള പഠനങ്ങൾ ഇതുപോലെ പല ഉദാഹരണങ്ങൾ നമ്മൾ ഒരുപക്ഷെ പരിചയപ്പെടും. അത് ഏത് ഉരജീവികളെ നോക്കിയാലും, അത് ഓന്താകട്ടെ, തവളയാകട്ടെ, ചെലന്തിയാകട്ടെ, എറുമ്പുകളാകട്ടെ, മറ്റ് മൃഗങ്ങളാകട്ടെ, പുള്ളിപ്പുലിയാകട്ടെ, മുള്ളംപന്നിയാകട്ടെ, തേനീച്ച, ഏത് മൃഗത്തെ നോക്കിയാലും അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു രൂപകൽപ്പന ഒരു ഉദ്ദേശത്തെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ജീവൻ സംരക്ഷിക്കാനുള്ള പ്രതിരോധ സംവിധാനമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത് എവിടുന്നാണ്? ഒരു ബുദ്ധി വൈഭവം. അത് നിത്യമായൊരു ബുദ്ധി, നിത്യമായൊരു ബുദ്ധിവൈഭവം. കാരണം കുറേ നാൾ കഴിയുമ്പോൾ ഈ മൃഗം കൂടുതലൊരു പുതിയൊരു രൂപാന്തരം സംഭവിക്കുന്നില്ല. അതിന് നൽകിയിരിക്കുന്ന അക്രമം അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായതാണ്. തുടർന്ന് നമ്മൾ കണ്ടത് നമ്മുടെ പ്രപഞ്ചം, അതിൻ്റെ കൃത്യത, അതിൻ്റെ ക്രമീകരണം, അതും ഈ ബുദ്ധിവൈഭവത്തിൻ്റെ ശക്തമായ ഒരു ബുദ്ധിവൈഭവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. നമ്മൾ താമസിക്കുന്ന ഭൂമി, നമുക്ക് നമ്മുടെ വാസയോഗ്യമായി നൽകിയിരിക്കുന്ന ഭൂമി, അതിൻ്റെ ക്രമം, അതിൻ്റെ രൂപകൽപ്പന എത്ര കൃത്യമായ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ചുറ്റുപാടുള്ള മറ്റ് ഗ്രഹങ്ങളും അന്തരീക്ഷത്തിലെ മറ്റവസ്ഥകളുമെല്ലാം കൃത്യമായി ഭൂമിയിൽ മനുഷ്യന് വാസയോഗ്യമായ നിലയിൽ അവിടെ ജീവിതമുണ്ടാകുവാൻ, വെജിറ്റബിൾ ഉണ്ടാകുവാൻ, ശുദ്ധവായു ഉണ്ടാകുവാൻ, മൃഗങ്ങൾക്ക് വളരുവാൻ, പക്ഷികൾക്ക് വളരുവാൻ, മത്സ്യങ്ങൾക്ക് വളരുവാൻ, മനുഷ്യന് ജീവിക്കുവാൻ അനുയോജ്യമായ കാലാവസ്ഥ സൃഷ്ടിക്കപ്പെട്ട തരത്തിൽ ഭൂമിയെ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ വേഗതയിൽ എൻ്റെ ഭ്രമണത്തിൽ അതിന് ക്രമീകരിച്ചിരിക്കുന്നു. കൃത്യമായ അന്തരീക്ഷത്തിലെ വായുകൾ എല്ലാം മനോഹരമായി ക്രമീകരിച്ചിരിക്കുകയാണ് ഭൂമിയിൽ. അപ്പോൾ അനേക ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് അവർ തിരിച്ചറിഞ്ഞ സത്യമാണ്, അവർ ഊന്നിപ്പറയുന്ന സത്യമാണ് ഈ ഭൂമിയുടെ ഈ കൃത്യത, അതിൻ്റെ ക്രമം. അപ്പോൾ ഈ ഭൂമിയുടെ കൃത്യമായ ക്രമവും അതിൻ്റെ അളവുകളും പരിശോധിക്കുമ്പോൾ ഈ കൃത്യമായി ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം സാധ്യമാകുന്നതിന് വേണ്ടിയാണ്. ഈ മാറ്റങ്ങളിൽ, ഈ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും ഒന്ന് മാറ്റം വന്നാൽ ഭൂമിയിലെ ജീവിതം മാരകമായി മാറും, അപകടമായി മാറും. ഭൂമിയുടെ മുഖ്യ ഭാവത്തെ അല്ലെങ്കിൽ അതിൻ്റെ അളവിനെ തന്നെ നോക്കുക. ആ അന്തരീക്ഷത്തിൽ ഭൂമി വെച്ചിരിക്കുന്നതായ അവസ്ഥ, അതിൻ്റെ അഴക്, അതിൻ്റെ സൂക്ഷ്മബോധം, അതിൻ്റെ കൃത്യത, അതിൻ്റെ യോജനീയത, മറ്റെല്ലാവുമായി യോജിച്ച് നിൽക്കുന്ന അവസ്ഥകൾ, ഇത് ആകസ്മികമല്ല. 10,000 കോടിയിൽ ഒരു തവണ പോലും ഇത് സംഭവിക്കില്ല. ആകസ്മികമായിട്ടല്ല ഇപ്രകാരം ഇത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. കൃത്യമായി അത് സൂര്യന് ചുറ്റും ഇങ്ങനെ ചുറ്റുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ സാധാരണ ബുദ്ധികൾ കൊണ്ട് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. ഇവയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ സൗരയൂഥത്തിൻ്റെ മാതൃക കണ്ടാൽ ഇത് താനെ പൊട്ടിത്തെറിച്ച് വന്നതല്ല. ഈ മനോഹരമായ ക്രമീകരണവും കൃത്യതയും സൂക്ഷ്മബോധത്തോടുകൂടി ഇത് ക്രമീകരിച്ചിരിക്കുന്ന കാണുമ്പോൾ ഇത് ഒരു ദിവസം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വന്നതാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർ ചിരിക്കും, പറയുന്നവർക്കറിയാൻ പറയുന്ന മൂഢത്തരമാണ്. ഇവിടെ പൊട്ടിത്തെറിച്ചൊന്നും ഉണ്ടാകുന്നില്ല, പദാർത്ഥത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ വസ്തുതകളുടെ സാന്നിധ്യം കാണിക്കുന്നത് ഇത് ആകസ്മികമല്ല. ഭൂമി ഇപ്രകാരം ദൈവം സൃഷ്ടിച്ച് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. അത് അസാധ്യമാണ്. ഇപ്പം പ്രകൃതി മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന വിധം, പ്രകൃതി സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യന് വേണ്ടിയാണ്. പ്രകൃതി മനുഷ്യനോട് ചേർന്ന് നിന്ന് സഹകരിക്കുന്നത് മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാളും വലുതാണ്. പ്രകൃതി മനുഷ്യന് വേണ്ടിയാണ്. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിനു മുമ്പ് പ്രകൃതി മനോഹരമായ രൂപകൽപ്പന ചെയ്ത് ഒരുക്കിയതിന് ശേഷമാണ് അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് പ്രകൃതി. ഇപ്പൊ പ്രകൃതി മനുഷ്യന് വേണ്ടി നിൽക്കുകയാണ്, മനുഷ്യനെ സഹായിക്കുകയാണ് പല വിധത്തിൽ. അപ്പൊ ഈ നമ്മുടെ ചുറ്റുമുള്ള അത്ഭുതങ്ങളുടെ ലോകം, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ തെളിയിക്കുന്നത്
വലിയൊരു വലിയൊരു ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഉത്തരമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ക്രമമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട് ഈ വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ. ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ളൊരു പരിണാമവാദിയാണ്. ഇതിൻ്റെ പേര് ആർതർ തോംസൺ എന്നറിയും. ആ പേരുകളെ നമ്മൾ ഭാരപ്പെടേണ്ട. ഒരു പരിണാമവാദിയാണ് ഈ മനുഷ്യൻ. അദ്ദേഹം അവസാനം സമ്മതിച്ചത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ശക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റു പഠനങ്ങളിൽ എന്ന പോലെ ഈ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ദൈവിക ചിന്ത പ്രതിഫലിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹരമായ അതിൻ്റെ അഴകും സൂക്ഷ്മബോധവും കൃത്യതയും യോജിപ്പും എല്ലാം കാണുമ്പോൾ, പരിശോധിക്കുമ്പോൾ അത് കൊണ്ടെത്തിക്കുന്നത് ഒരു ദൈവീകമായൊരു ചിന്ത, ഒരു മനസ്സ്, ഒരു ക്രമീകരിക്കുന്ന രൂപകൽപ്പന നൽകിയ ഒരു മനസ്സ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുണ്ട് എന്ന ചിന്തയിലേക്കാണ് എല്ലാ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എത്തിക്കുന്നത് എന്ന് ഇത് പരിണാമവാദിയായ ഒരാൾ പറഞ്ഞതാണ്. അതുമാത്രമല്ല പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ ക്രമത്തെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആശയക്കുഴപ്പം നിറഞ്ഞ പദാർത്ഥത്തിൽ നിന്ന്, ചെളിമണ്ണിൽ നിന്ന് ആകസ്മികമായി യാദൃച്ഛിയായി പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് അല്പം ബോധമുണ്ട് തൻ്റെ അന്വേഷണങ്ങളിൽ. മറ്റ് പരിണാമവാദികളെ പോലെയല്ല. ഇദ്ദേഹം പറഞ്ഞത് വളരെ ബോധത്തോടെയാണ്, ബുദ്ധിക്ക് തെളിവ് കിട്ടിയൊരു ശാസ്ത്രജ്ഞനാണ്. ഇത് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് ഇതൊരു മനസ്സിനെ കാണിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, ഈ സൗന്ദര്യത്തെ കാണുമ്പോൾ, അഴകിനെ കാണുമ്പോൾ, അതിൻ്റെ സൂക്ഷ്മമായ അതിൻ്റെ ക്രമീകരണത്തെ കാണുമ്പോൾ ഒരു മനസ്സിലൂടെ അല്ലാതെ ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റില്ല. ആ ചില പൂക്കളുടെ ഉള്ളിലുള്ള സംവിധാനം, അതിൻ്റെ ഭംഗി കാണുമ്പോൾ, അതിൻ്റെ നിറവ്യത്യാസങ്ങൾ, പ്രപഞ്ചത്തിൽ തന്നെ പച്ചയുടെ എത്ര വർണ്ണങ്ങളാണ്. ഒരു ചിത്രകാരന് പോലും ചാലിച്ചെടുക്കാൻ കഴിയാത്ത വർണ്ണങ്ങളുടെ സങ്കലനമാണിത്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ നല്ലൊരു ഉപസംഹാരത്തിലേക്കാണ് എത്തിയത്. കാരണം നമ്മുടെ ലോകത്തിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ക്രമത്തിനും രൂപകൽപ്പനയ്ക്കും നമുക്ക് ഉത്തരമില്ല. ദൈവികമായൊരു മനസ്സ് എന്നല്ലാതെ ഇതെവിടെ നിന്ന്, എങ്ങനെ എന്നതിന് ഉത്തരമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെക്കുറിച്ച് നോച്ചു. അദ്ദേഹം ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് ദൈവം വ്യക്തിയല്ലാത്തൊരു ശക്തി, ഒരു മനസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ച് ലോകത്തിലുള്ള പല കാര്യങ്ങൾ പരിശോധിച്ച് അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മതമെന്ന് പറയുന്നത് ഒരു അതിരില്ലാത്ത ഒരു ഉന്നതമായൊരു ആത്മാവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. സാധാരണ മനുഷ്യൻ്റെ ലളിതമായിട്ടുള്ള ഈ ബലഹീനമായ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറമായിട്ടുള്ള ചെറിയ സൂക്ഷ്മ അംശങ്ങൾ വരെ, വിശദാംശങ്ങൾ വരെ വെളിപ്പെടുത്തുന്നൊരു ഉന്നതമായ ആത്മാവ് അത് നമ്മുടെ ബുദ്ധിശക്തികൾ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന അപ്പുറമാണ്. പക്ഷെ ഒരു വലിയ ബുദ്ധിശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ളത്. അതാണ് എൻ്റെ ദൈവം. ഒരു വലിയ ബുദ്ധിശക്തി, ഉന്നതമായൊരു ആത്മാവ്. ദൈവം വ്യക്തിയെന്ന് ഇതൊക്കെ സമ്മതിക്കുന്നില്ല. നമ്മൾ ചില വാദഗതികളെക്കുറിച്ച് പഠിച്ചപ്പോൾ കണ്ടു. ചില വാദഗതികളിൽ ദൈവത്തെ വ്യക്തിയായിട്ട് അംഗീകരിക്കില്ല. പക്ഷെ ആരോ ഉണ്ട്, ഒരു ശക്തി ഉണ്ട്, അത് തന്നെ വെളിപ്പെടുത്തുകയാണ്. അത് ചെറിയ ചെറിയ വിശദാംശങ്ങളിൽ പോലും അത് കാണാം എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ചോദ്യം വീണ്ടും, ക്രമമില്ലാത്തതിൽ നിന്ന് വരുമോ? ക്രമരഹിതമായ ഒന്നിൽ നിന്ന് ക്രമം വരുമോ? നിരീശ്വരവാദികളും പരിണാമ സിദ്ധാന്തികളായ മത നേതാക്കന്മാരും അവരങ്ങനെ വിശ്വസിക്കുകയാണ്. ഈ മനോഹരമായ ക്രമം, ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമം, അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ ഈ മാതൃക തന്നെ വന്നതാണ്. ഇപ്പോൾ സകല മനുഷ്യ അനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ ചോദ്യത്തിന് ഉത്തരം ക്രമരഹിതമായ ഒന്നിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു 4 ലോഡ് മെറ്റലും 2 ലോഡ് മണലും ഒരു 100 ചാക്ക് സിമെൻറ്റും ഒരു 5-6 വലിയ കണ്ടെയ്നർ നിറച്ച് വെള്ളവും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ഒരു 3 മാസം കഴിഞ്ഞ് കുറച്ച് പെയിൻറ്റും കൊണ്ടുവയ്ക്കുക. 3 മാസം കഴിഞ്ഞ് മനോഹരമായൊരു കെട്ടിടം അവിടെ ഉണ്ടായി. ഇതൊക്കെ കൊണ്ട് ഇറക്കി വെച്ച സ്ഥലത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകില്ലേ? ഈ പൊട്ടിത്തെറിച്ച് വന്ന് നോക്കുമ്പോൾ
3 മാസം കഴിഞ്ഞ് മനോഹരമായി ഡിസൈൻ ചെയ്ത ഫ്രണ്ടിൽ വരാന്തയിൽ കൈവരിക്കകത്ത് വരുമ്പോൾ വലതുവശത്ത് ബെഡ്റൂമിൻ്റെ അകത്ത് ഡൈനിങ് ഹോളിൻ്റെ അടുത്ത് കിച്ചണിൻ്റെ അടുത്ത് ബാത്റൂം, ഫ്രണ്ടിൽ സ്റ്റെയർ കേസ്, മുകളിൽ സൺഷെയ്ഡ്, അതിൻ്റെ പുറത്ത് വാർത്തമുറി. ഇതൊക്കെ ഉണ്ടായി വന്നിരിക്കും. നമ്മൾ കുറേ മെറ്റലും മണലും സിമെൻറ്റും ചാക്കും കമ്പിയും കൊണ്ട് ഇട്ടതേ ഉള്ളൂ. അത് തന്നെ വന്നു, തന്നെ വരുമോ? അത് കുറേ അക്ഷരങ്ങൾ, ഈ പ്രസ്സിലെ ചില അച്ചടിക്കുന്ന അക്ഷരങ്ങൾ, അത് തന്നെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു കവിത ഉണ്ടാകുമോ? ഒരു പുസ്തകം വരുമോ അതിനകത്തുനിന്ന്? അതുകൊണ്ട് മനസ്സിൽ നിന്ന് ആ കവിതയുടെ ഓരോ വരികളും എഴുതി വയ്ക്കണ്ടേ? അതനുസരിച്ച് അക്ഷരങ്ങൾ ക്രമീകരിക്കണ്ടേ? ആ മനസ്സല്ലേ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ വീടിൻ്റെ പിന്നിൽ ഒരു മനസ്സില്ലേ, ഒരു ആർക്കിടെക്ചറില്ലേ, അതിൻ്റെ രൂപകൽപ്പന എഴുതി നടത്തിയ ഒരാൾ ഇത്ര തോതിൽ സിമെൻറ്റ് ചേർക്കണം, വെള്ളം ചേർക്കണം, മണൽ ചേർക്കണം, മെറ്റൽ ചേർക്കണം എന്ന് പറഞ്ഞു കൊടുത്ത്, അതനുസരിച്ച് പറഞ്ഞു കൊടുത്ത്, ഇന്ന ദിവസം വരെ അത് ഉണങ്ങാൻ അനുവദിച്ച്, അതിനെ നനച്ച്, അതിൻ്റെ മുകളിൽ പണിത്, പിന്നെ അത് പ്ലാസ്റ്റർ ചെയ്ത്, പിന്നെ അതിന് പെയിൻ്റ് അടിച്ച്, ഏത് പെയിൻറ്റുകൾ എവിടെ അടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്, ഒരു മനസ്സതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പം ക്രമരഹിതമായി ഒന്നിൽ നിന്നൊരു ക്രമം വരുമോ? ഈ നിരീശ്വരവാദികളും പരിണാമവാദികളായ മതനേതാക്കന്മാരായിട്ടുള്ള ചിലർ, ദൈവനിഷേധികളായ മതനേതാക്കന്മാർ ഒരു കുഞ്ഞ് വരും. പക്ഷെ നമുക്കറിയാതെ വരില്ല, ഒരിക്കലും വരില്ല. ക്രമം ഒരിക്കലും ക്രമരഹിതമായ ഒന്നിൽ നിന്ന് വരില്ല. നമ്മുടെ ചുറ്റും കാണുന്ന ബുദ്ധിവൈഭവം, എല്ലായിടത്തും നമ്മുടെ ചുറ്റും കാണാം ഈ ബുദ്ധിവൈഭവം. അത് ബുദ്ധിയില്ലാത്ത ഒന്നിൽ നിന്നും, ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒന്നിൽ നിന്നല്ല. അപ്പോൾ ക്രമരഹിതമായ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, ഭൂമിക്ക് പോലും നിൽക്കാൻ പറ്റില്ല. ക്രമമില്ലെങ്കിൽ ഭൂമിക്ക് നിൽക്കാൻ പറ്റില്ല, അത് താഴെ പോകും. അപ്പൊ നാം നിലനിൽക്കുന്നത് ക്രമത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു സാഹചര്യം, പരിതസ്ഥിതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് സൃഷ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഓരോ മേഖലകൾ, കോശങ്ങളുടെ ലോകം, പക്ഷികളുടെ ലോകം, മത്സ്യങ്ങളുടെ ലോകം, പ്രപഞ്ചം, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതിന് രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് രൂപകൽപ്പന തയ്യാറാക്കുന്ന ഒരാളെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ഡിസൈൻ നമ്മൾ കാണുമ്പോൾ ആ ഡിസൈൻ നടത്തിയ ഒരാളുണ്ട്, ആ ഡിസൈൻ ഒരുക്കിയ ഒരാളുണ്ട്, പരികൽപ്പകൻ, ആസൂത്രകൻ നമുക്ക് കാണാം. ആ വ്യക്തി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആ വ്യക്തിയുടെ രൂപകൽപ്പന കാണാം. അപ്പോൾ ഒരു രൂപകൽപ്പന, ഒരു മാതൃക നമ്മൾ കാണുമ്പോൾ അത് മുൻകൂട്ടി ആലോചിക്കാൻ ഒരാളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത് ന്യായമായൊരു പ്രസ്താവനയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുക. അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ കാണുന്ന, ഈ ലോകത്തിൽ കാണുന്ന രൂപകൽപ്പന മാതൃകൾ എല്ലാം എത്ര ക്രമമാണ്. വിത്ത് നട്ടോടനെ അടുത്ത ആഴ്ച നമ്മൾ മാങ്ങ പറിക്കുന്നില്ല, മാങ്ങ ആണ്ടി കുഴിച്ചിട്ടിട്ട്. അത് വളർന്ന് പക്വത എത്താൻ ഒരു പ്രായമുണ്ട്. ആ മാങ്ങ നമ്മൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊരു വിത്തുണ്ട്. എന്തൊരു ക്രമത്തിലാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അത് വെറും ഭൗതികവാദത്തിൽ പറയുന്ന പോലെയൊന്നുമല്ല, മറ്റൊരു തത്വചിന്തകൾക്ക് ഇതിന് ഉത്തരമല്ല. പുതിയ റേഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒരു വാച്ച് എടുക്കുക, ഒരു ക്യാമറ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മൊബൈൽ, എന്തുമാകട്ടെ, അത് തുറന്നു നോക്കുക. അതിനകത്ത് സൂക്ഷ്മമായ സംവിധാനങ്ങൾ, അത് ട്രാൻസിസ്റ്റർ ആകാം, അതിനകത്തുള്ള വയറിംഗ് സിസ്റ്റം ആകാം, ബോർഡാകാം, ചെറിയ വെൽഡ് ചെയ്ത് ചേർത്തിരിക്കുന്ന ഭാഗങ്ങളാകാം. ഇതെല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ജോലി ചെയ്താൽ മാത്രമേ അത് ക്യാമറയായാലും മൊബൈലായാലും വാച്ചായാലും റേഡിയോ ആയാലും പ്രവർത്തിക്കുകയുള്ളൂ. ഈ വെറുതെ അതിൻ്റെ നോബിട്ട് തിരിച്ചതുകൊണ്ട് പാട്ട് കേൾക്കില്ല. അതിൻ്റെ അകത്തുള്ള റിലേ സംവിധാനം, അതുമല്ല വയറിംഗ് സംവിധാനം, അതിനകത്തുള്ള കറണ്ടിൻ്റെ ആണെങ്കിൽ ബാറ്ററി, എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് യോഗ്യമായ എല്ലാ ഘടകങ്ങളും ഭാഗങ്ങളും അല്ല കൃത്യമായി ചേർത്താൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ പ്രവർത്തിക്കില്ല. അത് പെട്ടെന്നുണ്ടായതല്ല റേഡിയോ. കുറേ പ്ലാസ്റ്റിക്കും വയറും കുറേ ബാറ്ററിയും എല്ലാം കൊണ്ട് കൂട്ടിയിട്ടിട്ട് അടുത്ത ആഴ്ച ഒരു റേഡിയോ ഇതായിരിക്കും. ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ ഒരു ബുക്കുണ്ടാകില്ല, കവിത ഉണ്ടാകില്ല. ഇബ്രാഹിം ലേഖനം 3:4 പറയുന്ന എല്ലാം ചമപ്പാൻ ഒരാൾ വേണം. ഇതെല്ലാം ചമയ്ക്കാൻ ഒരാൾ വേണം, ഒരു ചിന്ത വേണം, ഒരു മനസ്സ് വേണം. അത് ദൈവം തന്നെ എന്ന് വിശ്വാസിയോട് ദൈവം പറയുന്നു. അദൃശ്യമായ കാര്യങ്ങളിൽ നിന്നാണ് ദൃശ്യമായതുണ്ടായത്. ദൈവം അദൃശ്യനാണ്, ദൈവമാണ് ആ കാരണം. ആദ്യം ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. ഒരു ബുദ്ധിവായ്പ, ഒരു ഇൻ്റലിജൻസ് ഈ രൂപകൽപ്പനയുടെ പിന്നിലുണ്ട്. അപ്പോൾ ഈ ലോകം, രൂപകൽപ്പന നിറഞ്ഞ ഈ ലോകത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ വിശ്വാസിക്ക് വ്യക്തമായി പറയാൻ കഴിയും, ഈ ക്രമമുള്ള ലോകത്തിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ ക്രമമാണ്, ദൈവത്തിൻ്റെ മനസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് ആകസ്മികമായി യാദൃച്ഛികമായി
വികസിച്ച് വന്നതല്ല. പദാർത്ഥം അവിടെ കിടന്ന് സ്വാഭാവികമായി അത് തന്നെ വികസിച്ചുണ്ടായതല്ല ഈ മനോഹരമായ ക്രമം. കാരണം പദാർത്ഥത്തിന് ബുദ്ധിവൈഭവമില്ല. പദാർത്ഥത്തിൽ നിന്ന് ഈ ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന, യുക്തിയുള്ള മനുഷ്യനുണ്ടാകില്ല. പൊട്ടിത്തെറിച്ച് ഈ മനുഷ്യന്റെ ബുദ്ധി ഉണ്ടാകില്ല. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യൻ നടത്തുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് വിഭാവനം ചെയ്തത്. ഒരു കാര്യം കേട്ട് അതിൻ്റെ ഉപസംഹാരം, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ഉത്തരം, കുറേ സംഖ്യകൾ എഴുതി വെച്ചിട്ടത് കൂട്ടി പറയുന്നു. ഈ ബുദ്ധിവൈഭവം എവിടെ നിന്ന്? പദാർത്ഥത്തിൽ നിന്നുമല്ല ഇത് വരുന്നത്. പിന്നെ എന്താണ് ഇതിന് ഉത്തരം എന്താണ്? പരിണാമവാദികൾക്കില്ല ഉത്തരം, ഭൗതികവാദികൾക്കില്ല ഉത്തരം. അവിടെ ഉത്തരങ്ങൾക്കൊന്നും അർത്ഥമില്ല. അവിടെ തത്വജ്ഞതകളെല്ലാം വഴിമുട്ടി നിൽക്കുകയാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെ പോലെ വഴിമുട്ടി നിൽക്കുകയാണ്. ഒരു കൃത്യമായ ഉത്തരം അവർക്ക് പറയാൻ കഴിയില്ല. ഈ ക്രമത്തിൻ്റെയും ഈ രൂപകൽപ്പനയുടെയും ഉത്ഭവം എവിടെ? എവിടെ നിന്ന് വന്നു ഈ ക്രമം? ഈ വെള്ളത്തിനെതിരെ നീന്തുന്ന മത്സ്യത്തിന്റെ ആ ഒരു ക്രമം, പദ്ധതി എവിടെ നിന്ന് വന്നു? ചിലന്തി വലയിലൂടെ ഓടി നടക്കുന്ന ചിലന്തി അതിലെന്തുകൊണ്ട് കുരുങ്ങുന്നില്ല? നേരത്തെ നമ്മൾ കണ്ടതുപോലെ വില്ലാളി മത്സ്യം എങ്ങനെയാണ് അത് സാധിച്ചത്? ഓന്തിന്റെ നിറം മാറുന്നത് എന്തുകൊണ്ട്? ഓരോ കാലാവസ്ഥ പരിസ്ഥിതിക്ക് അനുസരിച്ച് നിറം മാറുന്ന ഇരയെ പിടിക്കുന്നു. ആ പ്രപഞ്ചത്തിലെ എല്ലാ മേഖലകളും പരിശോധിച്ച് നമുക്ക് അത്ഭുതപ്പെടും. പക്ഷെ അതിന് പരിശോധിക്കണം, കണ്ണു തുറന്ന് നോക്കണം. അപ്പോൾ നമ്മൾ രണ്ട് വാദമാണ് ഇതുവരെ കണ്ടത്: പ്രപഞ്ച തത്വവാദം, പ്രയോജനവാദം. അത് രണ്ടും എത്തിക്കുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിലേക്കാണ്, ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്കാണ് യഥാർത്ഥ വാദങ്ങൾ എത്തിക്കുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ദൈവത്തിൽ എത്തിച്ചേരും. കാരണം അവൻ അന്വേഷിച്ചാൽ കണ്ടെത്തും. നമ്മുടെ ഒരാളെ കുറിച്ച് കേട്ടു, അയാൾ പറഞ്ഞു ഈ ക്രമവും ഈ ഭംഗിയും രൂപകൽപ്പനയും ഒന്നും പൊട്ടിത്തെറിച്ച് ക്രമരഹിതമായി ഒന്നിന്ന് വരുന്നതല്ല. ഒരു ദൈവികമായ ചിന്ത മനസ്സിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ രണ്ട് വാദങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. പ്രപഞ്ച തത്വവാദവും, അതായത് ഹേതുവാദവും പ്രയോജനവാദവും. അത് നമ്മളെ വ്യക്തമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പരമമായിട്ടുള്ള ഉത്തരം എന്താണെന്ന് പറയുന്നത് വ്യക്തമായി കാണിച്ചൊരു ബുദ്ധിവൈഭവം, ഒരു ജ്ഞാനം, ഇതെല്ലാത്തിൻ്റെ പുറകിൽ. അതിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. ഈ കാണുന്നെല്ലാം ഉത്ഭവിച്ചത് ഒരു പരമോന്നതമായ ബുദ്ധിവൈഭവത്തിൽ നിന്നാണ്, അല്ലാതെ പദാർത്ഥത്തിൽ നിന്നല്ല. അമേരിക്കയിലെ പഴയ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം നോക്കി നിൽക്കുന്ന മനുഷ്യൻ ദൈവനിഷേധിയായി മാറിയത്. കാരണം അവിടുത്തെ കഷ്ടതകളും വേദനകളും സങ്കടങ്ങളും യുദ്ധങ്ങളും കെടുതികളും നിമിത്തം. അത് പറഞ്ഞു, ഭൂമിയെ നോക്കിക്കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് നിരീശ്വരവാദിയായിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം, ആകാശത്തിലേക്ക് കണ്ണുയർത്തുന്ന മനുഷ്യൻ എങ്ങനെ ദൈവമില്ലെന്ന് പറയാൻ കഴിയും? ആകാശത്തേക്ക് കണ്ണുയർത്തിയാൽ എങ്ങനെ പറയാൻ കഴിയും ദൈവമില്ല എന്ന്? എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവവചനം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനം 8, സങ്കീർത്തനം 19:1. ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ട, വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ്. അത് ശാസ്ത്രലോകത്തിൻ്റെ ഒരു വശത്ത് അത് ഐക്യകണ്ഠേന തന്നെ അംഗീകരിക്കുന്ന അവസ്ഥയാണ്. ഈ ജ്ഞാനം നമ്മളെ നടത്തുന്നത്, അത് മുന്നോട്ട് പോകുന്നത് യന്ത്രനിർമ്മിതമല്ലാത്ത ഒന്നിലേക്കാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ അവസാനം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ ജ്ഞാനമെല്ലാം നമ്മളെ നടത്തുന്നത് ഒരു ആലോചനയില്ലാത്ത ഒരു യന്ത്രത്തിലേക്കല്ല, ഒരു മനസ്സിലേക്കാണ്. ഒരു മനസ്സ് യന്ത്രത്തെക്കാൾ വലിയൊരു മനസ്സാണ്. ഈ മനസ്സെന്ന് പറഞ്ഞ് അപരിചിതമായി കടന്നു വന്ന് അതിക്രമിച്ച് കയറി വന്ന ഒന്നായിട്ടല്ല കാണേണ്ടത്. ഒരു മനസ്സുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ, എല്ലാത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു മനസ്സ്. വ്യക്തിപരമായ മനസ്സിൽ നിന്ന് വ്യത്യസ്തമായ ആ മനസ്സ്. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ മനസ്സും അതോട് ബന്ധപ്പെട്ട മനസ്സാണ്. പ്രപഞ്ചത്തിന് പിന്നിലുള്ള ദൈവിക മനസ്സ്, ദൈവിക ജ്ഞാനം, ദൈവിക വൈഭവം. അല്ലാതെ ഇതുകൊണ്ടാണ് ഈ ഉറുമ്പ് ഇപ്രകാരം വരിവരിയായിട്ട് നടക്കാനും എതിരെ വരുന്ന ഉറുമ്പുമായി കൂട്ടുമുട്ടി അത് തമ്മിൽ ഒരുതരം ആശയവിനിമയം നടത്തിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് അന്വേഷിച്ച് എന്നിട്ട് കടത്തിവിടുകയും എന്നിട്ട് ഇന്ന് ആഹാരം ശേഖരിച്ച് വെക്കുകയും മഴക്കാലത്ത് ആഹാരം ഉണ്ടാകാൻ വേണ്ടി വേനൽക്കാലത്ത് തന്നെ ആഹാരം ശേഖരിച്ച് വെക്കുകയും. അപ്പം അതിൻ്റെ ബുദ്ധിവൈഭവം ഓരോ പ്രാണികളും, ഓരോ ചെറിയ പ്രാണികളും, ഒരു പുല്ല് പോലും എടുത്ത് പരിശോധിച്ചാൽ ദൈവം ചോദിച്ചു, ഈ പുല്ലിന് ഇങ്ങനെ ചമയിച്ചതാര്? കണ്ണ് നിർമ്മിച്ചവൻ കാണുകയില്ലയോ? പക്ഷെ ഇതൊന്നും നോക്കാൻ സമയമില്ല, ചിന്തിക്കാൻ സമയമില്ല. എത്ര പെട്ടെന്നാണ് ദൈവമില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത്, ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ മൂഢനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെയാണ് ദൈവം തേടുന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വിശദീകരണങ്ങളാണ് മുന്നോട്ടുള്ള പഠനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കണ്ടെത്തുന്നത് ഈ പ്രപഞ്ചം ഒരു തെളിവ് തരികയാണ്.
ഇതിൻ്റെ രൂപകൽപ്പനയും ഇത് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവരാണ് നമ്മുടെ മനസ്സുൾപ്പെടെ. അപ്പോൾ വീണ്ടും അതേ ചോദ്യം, ക്രമരഹിതമായ ഒന്നിൽ നിന്ന് വരുമോ? ബുദ്ധിശക്തി ബുദ്ധിയില്ലാത്ത പദാർത്ഥത്തിൽ നിന്ന് വരുമോ? മനസ്സ് പദാർത്ഥത്തിൽ നിന്നുണ്ടാകുമോ? വികാരങ്ങൾ വികാരമില്ലാത്ത വസ്തുക്കളിൽ നിന്ന് വരുമോ? ഭൗതികവാദികളും മതവാദികളും പരിണാമവാദികളും വിശ്വസിക്കുന്നു അങ്ങനെ വരും. പക്ഷെ ആ ഉത്തരം തെറ്റാണ്, കള്ളമാണെന്ന് നമുക്കറിയാം. ദൈവത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ആ ഉത്തരം കള്ളമാണ്. പക്ഷെ അത് വിശ്വസിക്കുകയാണ് ഭൂരിപക്ഷവും. മനുഷ്യൻ്റെ അധംപതനമെന്നല്ലാതെ എന്ത് പറയാൻ? അപ്പം ഇവർക്ക് ശരിക്കുള്ള ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആശയക്കുഴപ്പം തരുന്ന വിശദാംശങ്ങൾ മാറ്റിവെച്ചാൽ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കണമെങ്കിൽ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഈ പ്രപഞ്ചം പരമമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനസ്സ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ പ്രപഞ്ചത്തെ നോക്കിയാൽ എല്ലാം തുറന്നു കിട്ടും. ശരിക്കുള്ള താക്കോൽ ഇട്ടാലേ ചില പൂട്ടുകൾ തുറക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു താക്കോലിട്ട പൂട്ട് തുറക്കില്ല. ഈ പ്രപഞ്ച രഹസ്യം അറിയണമെങ്കിൽ ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ, ദൈവ മനസ്സാണ്, ബുദ്ധിവൈഭവമാണ്, ദൈവത്തിൻ്റെ ബുദ്ധിവൈഭവമാണ് എന്ന താക്കോൽ കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ തുറക്കണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പരിശോധനയിൽ ഇത് കാണാം. ഇപ്പോൾ ദൈവവിശ്വാസം ശരിയായുള്ള കാഴ്ച, ബോധം, ദർശനം നൽകുന്നതാണ്. ഇപ്പം പ്രപഞ്ചത്തിൻ്റെ പരിശോധന നമ്മൾ ചോദിക്കേണ്ട ചോദ്യം യെശയ്യാവ് ചോദിച്ച ചോദ്യം തന്നെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ ഉന്നയിച്ച ചോദ്യം ഇതാണ്. വളരെ മനോഹരമായ ഒരു ചോദ്യമാണ് പ്രവാചകൻ ഉന്നയിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ. ആർക്ക് കഴിയും ഇത്? ഉള്ളം കൊണ്ട് ലോകത്തിലെ പ്രപഞ്ചത്തിലെ വെള്ളം മുഴുവൻ അളന്ന് എടുത്തവൻ. ഇതിന് വിശാലത എത്ര വരും? ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുത്തവൻ, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ. ഒറ്റ ഉത്തരമേയുള്ളൂ അതിന്. ഇതിനെ സൃഷ്ടിച്ച ദൈവം. ഇതിനേക്കാളും പ്രപഞ്ചത്തെക്കാളും വലുതാണ്, അഖിലാണ്ടത്തെക്കാളും വലുതാണ്. വലിപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട്. ദൈവത്തിന് രൂപമില്ല. അപ്പോൾ ഇതിനുള്ള ഉത്തരം നിരീശ്വരവാദികളും പരിണാമവാദികൾക്കും പറയാനില്ല. ഇത് പദാർത്ഥത്തിൽ നിന്നല്ല, ഇതെല്ലാം ഉണ്ടായത് ദൈവമക്കൾ. വ്യക്തമായി ഉറപ്പോടുകൂടി അവർക്കറിയാം ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ ഒരു വിധത്തിൽ ഏറ്റവും വലിയ വിശ്വാസം വേണ്ടത് ആർക്കാണ്? നിരീശ്വരവാദികൾക്കാണ്. അവർ നിൽക്കുന്നതായ കാര്യങ്ങളുടെ മേൽ അവർക്ക് വിശ്വസിക്കണമെങ്കിൽ വലിയ വിശ്വാസം വേണം. പൊട്ടിത്തെറിച്ചാണ് ഇതൊക്കെ ഉണ്ടായതാണ്. വെറുതെ കൂട്ടിയിട്ട കല്ലിൽ നിന്നും മണ്ണിൽ നിന്നും മെറ്റലിൽ നിന്നും കമ്പിയിൽ നിന്നും മനോഹരമായ വീടുണ്ടായി, ഈ പെയിന്റ് അടിച്ച വീടുണ്ടായി എന്ന് അവർ വിശ്വസിക്കണമെങ്കിൽ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട വിശ്വാസത്തെക്കാളും വലിയ വിശ്വാസം ഉണ്ടായാൽ മാത്രമേ ഈ വിശ്വാസം ഇത് അവർക്ക് സ്വീകരിക്കാം. ഒരു വിധത്തിൽ അതല്ലേ അന്ധവിശ്വാസം. അവർ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? ഇത് കുറെ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടപ്പോൾ പിറ്റേ ദിവസം നോക്കി ഒരു കവിത തയ്യാറായി കിടക്കും. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു കുറെ ഇരുമ്പ് കഷ്ണങ്ങൾ കൂട്ടിയിട്ടപ്പോൾ നാളെ വന്നപ്പോൾ ഒരു വാച്ച് മേശപ്പുറത്തിരിക്കും. അത് വിശ്വസിക്കണമെങ്കിൽ എന്ത് വലിയ വിശ്വാസം വേണം? ദൈവമക്കൾക്ക്, ദൈവവിശ്വാസികൾക്കുള്ള ആവശ്യമായിരിക്കുന്ന വിശ്വാസത്തെക്കാളും വലിയ വിശ്വാസമാണത് ഈ അന്ധവിശ്വാസം. ഇപ്പൊ നമ്മൾ 2 വാദങ്ങൾ കണ്ടു. അപ്പോൾ ഹേതുവാദം പ്രയോജനമാണ്. ഇനി മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്ന സത്വവാദം. അതായത് വളരെ ബുദ്ധിമുട്ടൊരു വാദമാണ്. ഇങ്ങനെ ആമുഖം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമെന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന വാദം. ദൈവമെന്ന ചിന്ത നിന്നുണ്ടാകുന്ന വാദം. ഇനി തത്വചിന്തപരമായിട്ട് ഓണ്ടോളജിക്കൽ ജീവതത്വശാസ്ത്രം അല്ലെങ്കിൽ സത്വശാസ്ത്രം എന്ന് വിളിക്കും. ബുദ്ധിമുട്ടുകളൊന്നും പ്രയാസപ്പെടേണ്ട. നമ്മുടെ ആശയം, നമ്മുടെ പ്രധാന വിഷയം അത് മാത്രം ഉൾക്കൊള്ളുക. ദൈവത്തിൻ്റെ തെളിവുകളാണ്. അപ്പോൾ ഈ ഓണ്ടോളജി അല്ലെങ്കിൽ ജീവതത്വശാസ്ത്രം എന്ന് പറയുന്നത് ആ ശാസ്ത്രം ഈ ഉൾപ്പൊരുളിനെ, സത്തയെക്കുറിച്ചുള്ളതാണ്. ഇപ്പോൾ ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇത് ദൈവവിശ്വാസത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാദമാണ്. ചിലർ ഇതിനെ അസാധാരണം, ചിലർ ഇതിനെ പുച്ഛിച്ച് തള്ളും. ഇതിന് അധികം വിമർശനങ്ങൾ നേരിട്ടുള്ള വാദമാണ്, ഇത് വാക്കുകൾ കൊണ്ടുള്ള തമാശയാണ് എന്നൊക്കെ അവർ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ച് ഇത് വളരെ പ്രയോജനം. എന്താണ് ഈ വാദം? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം.
അപ്പോൾ ദൈവം എന്ന ചിന്ത എവിടെ നിന്നുണ്ടായി? ദൈവം എന്ന ചിന്ത എവിടെ നിന്നുണ്ടായി? ചലിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് ദൈവം എന്ന ചിന്ത ഉണ്ടാകുമോ? ഈ ദൈവം എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ആദ്യം മുതൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഒരു ഉറവിടമില്ല. ദൈവഛായയിൽ ദൈവസാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടല്ലേ കുരങ്ങൻ പരിണമിച്ചുണ്ടായതാണെങ്കിൽ ഈ പരിണമിച്ചുണ്ടായ കുരങ്ങൻ എങ്ങനെയാണ് ദൈവം എന്ന് ചിന്തിക്കുന്നത്? ഇപ്പൊ ദൈവത്തിൻ്റെ ഒരു ഛായ, ഒരു കരസ്പർശം മനുഷ്യനുള്ളത് കൊണ്ടല്ലേ ദൈവമെന്ന വാക്കുണ്ടായത്, ദൈവമെന്ന സങ്കല്പം, ചിന്തയുണ്ടായത്? ദൈവം വാസ്തവത്തിൽ ഇല്ല എങ്കിൽ ആ ചിന്ത ഉണ്ടാകുമോ? പക്ഷെ ദൈവത്തിനെ നോക്കാനും വിളിക്കാനും ശ്രദ്ധിക്കാനും കണ്ണുയർത്താനും കഴിയുന്നൊരു താല്പര്യമുണ്ടാകുമോ? തന്നെക്കാളും ഉപരിയായി ഉന്നതമായ ഒന്ന് ഉണ്ട് എന്നുള്ള ചിന്തയുണ്ടാകുമോ? ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ മനസ്സിലെങ്കിലും ദൈവവിശ്വാസികളെ സംബന്ധിച്ച്, ദൈവത്തെ അറിയുന്നവരെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടല്ല, എങ്കിലും അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ പഠനം അത്ര എളുപ്പമുള്ള പഠനമല്ല ഇത്, പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസി കാലുറച്ച ഭൂമിയിൽ നിൽക്കാൻ കണ്ണുയർത്തി ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവനുണ്ടാകുന്ന ബോധം വെറും സ്വപ്നവും വെറും ചിന്തകളല്ല, മായയല്ല, ദൈവവാസ്തവമാണ്, ദൈവമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും.